എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 9 SCERT സോഷ്യൽ സയൻസിലെ ജിയോഗ്രഫി ഭാഗത്തു നിന്നുള്ള ഒരു ചാപ്റ്ററുമായിട്ടാണ്. ഏറ്റവും വേഗം തന്നെ നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഭൂഗോള വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കരഭാഗം? 29%. ഭൂഗോള വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കരഭാഗം? 29%. ഭൂഗോള വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ജലഭാഗം? 71%. ഭൂഗോള വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ജലഭാഗം? 71%. മൂന്ന് വശവും കരയാൽ ചുറ്റപ്പെട്ടത് ഉൾക്കടലാണ്. മൂന്ന് വശവും കരയാൽ ചുറ്റപ്പെട്ടത് ഉൾക്കടൽ. രണ്ട് കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗമാണ് കടലിടുക്ക്. രണ്ട് കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗമാണ് കടലിടുക്ക് എന്ന് പറയുന്നത്. സമുദ്രത്തിന്റെ പൊതുവെ കരയോട് ചേർന്ന ഭാഗം കടലാണ്. സമുദ്രത്തിന്റെ പൊതുവെ കരയോട് ചേർന്ന ഭാഗം കടൽ. പ്രധാന സമുദ്രങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം എന്നിവയാണ്. പസഫിക് സമുദ്രത്തിന്റെ ആകെ വിസ്തീർണം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പസഫിക് സമുദ്രത്തിന്റെ ആകെ വിസ്തീർണം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. പസഫിക് സമുദ്രത്തിന്റെ ആഴം 4280 മീറ്റർ ആണ്. പസഫിക് സമുദ്രത്തിന്റെ ആഴം 4820 മീറ്റർ. പസഫിക് സമുദ്രത്തിന്റെ ഏറ്റവും കൂടിയ ആഴം 11,034. പസഫിക് സമുദ്രത്തിന്റെ ഏറ്റവും കൂടിയ ആഴം 11,034 ആണ്. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തമാണ്. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തം. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ശരാശരി ആഴം 3700 മീറ്റർ ആണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ശരാശരി ആഴം 3700 മീറ്റർ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ കൂടിയ ആഴം 8618 മീറ്റർ ആണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ കൂടിയ ആഴം 8618 മീറ്റർ. പ്യൂറിട്ടോറിക്കോ ഗർത്തം ഏത് സമുദ്രത്തിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. പ്യൂറിട്ടോറിക്കോ ഗർത്തം ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂറിട്ടോറിക്ക ഗർത്തം എന്ന് പറയുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂറിട്ടോറിക്കോ ഗർത്തം എന്ന് പറയുന്നത്. നീണ്ട ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. നീണ്ട ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയുടെ ഏകദേശ നീളം 14,000 കിലോമീറ്റർ ആണ്. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയുടെ ഏകദേശ നീളം 14,000 കിലോമീറ്റർ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ശരാശരി ആഴം 3960 മീറ്റർ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ശരാശരി ആഴം 3960 മീറ്റർ ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം വാർട്ടൻ ഗർത്തമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം വാർട്ടൻ ഗർത്തം. വാർട്ടൻ ഗർത്തത്തിന്റെ ആഴം 7725 മീറ്റർ ആണ്. വാർട്ടൻ ഗർത്തത്തിന്റെ ആഴം 7725 മീറ്റർ.
അറബിക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. അറബിക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. ഏറ്റവും ചെറിയ സമുദ്രം ആർട്ടിക് സമുദ്രമാണ്. ഏറ്റവും ചെറിയ സമുദ്രം ആർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ആർട്ടിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ആർട്ടിക് സമുദ്രത്തിന്റെ ഏറ്റവും കൂടിയ ആഴം 5180 മീറ്റർ ആണ്. 5180 മീറ്റർ ആണ് ആർട്ടിക് സമുദ്രത്തിന്റെ ഏറ്റവും കൂടിയിട്ടുള്ള ആഴം. സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്ന സമുദ്രം അന്റാർട്ടിക് സമുദ്രമാണ്. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്ന സമുദ്രം അന്റാർട്ടിക് സമുദ്രം. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്ന സമുദ്രം അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അന്റാർട്ടിക് സമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണ് ദ്വീപുകൾ. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണ് ദ്വീപുകൾ. 3 വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകര ഭാഗമാണ് ഉപദ്വീപുകൾ. 3 വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകരാ ഭാഗമാണ് ഉപദ്വീപുകൾ. സമുദ്രജലത്തിന്റെ പ്രധാന സവിശേഷതകളാണ് താപം, ലവണത്വം, സാന്ദ്രത എന്നിവ. സമുദ്രജലത്തിന്റെ പ്രധാന സവിശേഷതകളാണ് താപം, ലവണത്വം, സാന്ദ്രത എന്നിവ. സമുദ്രജലത്തിലെ താപവിതരണത്തിൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലായി ഏതാണ്ട് 10 ഡിഗ്രി വരെ അക്ഷാംശ മേഖലകളിലായിട്ടാണ്. സമുദ്രജലത്തിലെ താപവിതരണത്തിൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലായി ഏതാണ്ട് 10 ഡിഗ്രി വരെയുള്ള അക്ഷാംശ മേഖലകളിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഭൂമധ്യ രേഖാ പ്രദേശത്ത് രേഖപ്പെടുത്തുന്ന ശരാശരി താപനില 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് രേഖപ്പെടുത്തുന്ന ശരാശരി താപനില 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. മധ്യരേഖാ പ്രദേശത്തു നിന്നും ധ്രുവീയ മേഖലകളിലേക്ക് പോകുന്തോറും താപനിലയിൽ എന്തു മാറ്റമാണ് സംഭവിക്കുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. മധ്യരേഖാ പ്രദേശത്തു നിന്നും ധ്രുവീയ മേഖലകളിലേക്ക് പോകുന്തോറും താപനിലയിൽ എന്തു മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറയാണ് ചെയ്യുന്നത്. മധ്യ അക്ഷാംശീയ മേഖലകളിൽ താപനില ഏകദേശം എത്ര ഡിഗ്രി വരെ താഴുന്നു? 10 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. മധ്യ അക്ഷാംശീയ മേഖലകളിൽ താപനില ഏകദേശം എത്ര ഡിഗ്രി വരെ താഴുന്നു? 10 ഡിഗ്രി സെൽഷ്യസ്. ധ്രുവീയ മേഖലകളിൽ താപം ഏകദേശം എത്ര ഡിഗ്രി വരെ താഴുന്നു? -2 ഡിഗ്രി സെൽഷ്യസ്. ധ്രുവീയ മേഖലകളിൽ താപനില ഏകദേശം എത്ര ഡിഗ്രി വരെ താഴുന്നു? -2 ഡിഗ്രി സെൽഷ്യസ് താഴുന്നു. സമുദ്രജലത്തിന്റെ താപനിലയിൽ സ്വാധീനം ചെലുത്തുന്ന പ്രധാന ഘടകം ഏതാണ് എന്നുള്ളതാണ്. സൗരോർജം ഭൂമിയിൽ ലഭിക്കുന്നതിനുള്ള അസന്തുലിതാവസ്ഥ, സമുദ്രജല പ്രവാഹങ്ങൾ, കാറ്റ് എന്നിവയാണ്. സമുദ്രജലത്തിന്റെ താപനിലയിൽ സ്വാധീനം ചെലുത്തുന്ന പ്രധാന ഘടകങ്ങള് സൗരോർജം ഭൂമിയിൽ ലഭിക്കുന്നതിനുള്ള അസന്തുലിതാവസ്ഥ, സമുദ്രജല പ്രവാഹങ്ങൾ, കാറ്റ് എന്നിവയാണ്. കടൽ വെള്ളത്തിന്റെ ശരാശരി ലവണത 3.5%. കടൽ വെള്ളത്തിന്റെ ശരാശരി ലവണത 3.5%. കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിന്റെ സാന്ദ്രീകരണം അറിയപ്പെടുന്നത് ലവണത്വം എന്നാണ്. കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിന്റെ സാന്ദ്രീകരണം അറിയപ്പെടുന്നത് ലവണത്വം എന്നാണ്. സമുദ്രജലത്തിന്റെ ശരാശരി ലവണത്വം 35 സഹസ്രാംശമാണ്. സമുദ്രജലത്തിന്റെ ശരാശരി ലവണത്വം 30 സഹസ്രാംശമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സഹസ്രാംശത്തെ എങ്ങനെ രേഖപ്പെടുത്താം? 35 സഹസ്രാമത്തെ എങ്ങനെ രേഖപ്പെടുത്താം? 35% എന്ന് രേഖപ്പെടുത്താം. 35 സഹസ്രാംശത്തെ എങ്ങനെ രേഖപ്പെടുത്താം? 35% എന്ന് രേഖപ്പെടുത്താം.
35 സഹസ്രാമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 1000 ഗ്രാം സമുദ്രജലത്തിൽ 35 ഗ്രാം ലവണാംശം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 35 സഹസ്രാംശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 1000 ഗ്രാം സമുദ്രജലത്തിൽ 35 ഗ്രാം ലവണാംശം അടങ്ങിയിരിക്കുന്നു എന്നതാണ്. കരയാൽ ചുറ്റപ്പെട്ട കടൽ ഭാഗങ്ങളിൽ ലവണത്വത്തിന്റെ തോത് കൂടുതലായിരിക്കും. കരയാൽ ചുറ്റപ്പെട്ട കടൽ ഭാഗങ്ങളിൽ ലവണത്വത്തിന്റെ തോത് കൂടുതലായിരിക്കും. ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ ലവണത്വത്തിന്റെ തോത് കൂടുകയാണ് ചെയ്യുക. ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ ലവണത്വത്തിന്റെ തോത് കൂടുകയാണ് ചെയ്യുക. ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലം എത്തുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വത്തിന്റെ തോത് കുറവായിരിക്കും. ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലമെത്തുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വത്തിന്റെ തോത് കുറവായിരിക്കും. ധാരാളം നദികൾ വന്നുചേരുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വത്തിന്റെ തോത് കുറയുകയാണ് ചെയ്യുക. ധാരാളം നദികൾ വന്നുചേരുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വത്തിന്റെ തോത് കുറയുകയാണ് ചെയ്യുക. സമുദ്ര ലവണത്വം കുറയുന്നതിന് കാരണം ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്നതാണ്. സമുദ്ര ലവണത്വം കുറയുന്നതിന് ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാല് ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്നത് ഒരു കാരണമാണ്. ധ്രുവപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഭൂമധ്യരേഖാ പ്രദേശത്ത് ലവണത്വം കൂടുതലായിരിക്കും. ധ്രുവപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഭൂമധ്യരേഖാ പ്രദേശത്ത് ലവണത്വം കൂടുതലായിരിക്കും. താപം വർദ്ധിക്കുമ്പോൾ സമുദ്രജലത്തിന്റെ സാന്ദ്രത കുറയുകയാണ് ചെയ്യുക. താപം വർദ്ധിക്കുമ്പോൾ സമുദ്രജലത്തിന്റെ സാന്ദ്രത കുറയുന്നു. ലവണത്വം കൂടുമ്പോൾ സമുദ്രജലത്തിന്റെ സാന്ദ്രത കൂടുകയാണ് ചെയ്യുക. ലവണത്വം കൂടുമ്പോൾ സമുദ്രജലത്തിന്റെ സാന്ദ്രത കൂടുന്നു. സമുദ്രജലത്തിലെ ലവണത്വത്തിന്റെ മുഖ്യഭാഗം സോഡിയം ക്ലോറൈഡ് അഥവാ കറിയുപ്പാണ്. സമുദ്രജലത്തിലെ ലവണത്വത്തിന്റെ മുഖ്യഭാഗം സോഡിയം ക്ലോറൈഡ് അഥവാ കറിയുപ്പ്. സമുദ്രജല ചലനങ്ങളാണ് തിരമാലകൾ, വേലികൾ, ജലപ്രവാഹങ്ങൾ എന്നിവ. സമുദ്രജല ചലനങ്ങളാണ് തിരമാലകൾ, വേലികൾ, ജലപ്രവാഹങ്ങൾ എന്നിവ. സമുദ്രജല ഉപരിതലത്തിന്റെ നിമ്നോന്നത രൂപത്തിലുള്ള ചലനങ്ങളാണ് തിരമാലകൾ എന്ന് പറയുന്നത്. സമുദ്രജല ഉപരിതലത്തിന്റെ നിമ്നോന്നത രൂപത്തിലുള്ള ചലനങ്ങളാണ് തിരമാലകൾ. തിരയുടെ ഉയർന്ന ഭാഗം അറിയപ്പെടുന്നത് തിരാശിഖരം എന്നാണ്. തിരയുടെ ഉയർന്ന ഭാഗം അറിയപ്പെടുന്നത് തിരാശിഖരം എന്നാണ്. തിരയുടെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നത് തിരാതടം എന്നാണ്. തിരയുടെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നത് തിരാതടം എന്നാണ്. അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലമാണ് തിരാദൈർഘ്യം. അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലമാണ് തിരാദൈർഘ്യം. തിരാതടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബദൂരമാണ് തിരോന്നതി. തിരാതടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബദൂരമാണ് തിരോന്നതി എന്ന് പറയുന്നത്. കാറ്റുകൾ സമുദ്രജലോപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണഫലമായി രൂപം കൊള്ളുന്നതാണ് തിരമാല. കാറ്റുകൾ സമുദ്രജലോപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണഫലമായി രൂപം കൊള്ളുന്നതാണ് തിരമാല. കാറ്റിന്റെ ശക്തിക്കനുസരിച്ച് തിരമാലകൾക്കുണ്ടാകുന്ന മാറ്റം ശക്തി കൂടുകയാണ് ചെയ്യുക. കാറ്റിന്റെ ശക്തിക്കനുസരിച്ച് തിരമാലകൾക്കുണ്ടാകുന്ന മാറ്റം ശക്തി കൂടുന്നു. കേരളത്തിലെ തീരങ്ങൾ ഏറ്റവും കൂടുതൽ കടലാക്രമണങ്ങൾക്ക് വിധേയമാകുന്ന കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. കേരളത്തിലെ തീരങ്ങൾ ഏറ്റവും കൂടുതൽ കടലാക്രമണങ്ങൾക്ക് വിധേയമാകുന്ന കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതൊന്ന് വായിച്ചു പോവാം. കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കൽ, പുലിമുട്ടുകൾ നിർമ്മിക്കൽ, കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കൽ എന്നിവയാണ് കടലാക്രമണം തടയാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. കരയിൽ നിന്ന് കടലിലേക്കും കടലിൽ നിന്ന് കരയിലേക്കും നീക്കം ചെയ്യുന്ന മണൽ അന്യോന്യം തടയപ്പെട്ട് തീരങ്ങളിൽ രൂപം കൊള്ളുന്നത് മണൽ ഭിത്തികളാണ്. കരയിൽ നിന്ന് കടലിലേക്കും കടലിൽ നിന്ന് കരയിലേക്കും നീക്കം ചെയ്യപ്പെടുന്ന മണൽ അന്യോന്യം തടയപ്പെട്ട് തീരങ്ങളിൽ രൂപം കൊള്ളുന്നത് മണൽ ഭിത്തികളാണ്. കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ പ്രകൃതി തന്നെ സൃഷ്ടിക്കുന്ന മാർഗമാണ് മണൽ ഭിത്തികൾ എന്ന് പറയുന്നത്.
കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ പ്രകൃതി തന്നെ സൃഷ്ടിക്കുന്ന ഒരു മാർഗമാണ് നമ്മുടെ മണൽഭിത്തികൾ. കടൽത്തറകളിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും വിനാശകാരികളായ വൻ തിരമാലകൾക്ക് കാരണമാകുന്നു. ഇത്തരം തിരമാലകൾ അറിയപ്പെടുന്നത് സീസ്മിക് കടൽത്തിരകൾ എന്നാണ്, അഥവാ സുനാമികൾ. കടൽത്തറകളിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും വിനാശകാരികളായ വൻ തിരമാലകൾക്ക് കാരണമാകുന്നു. ഇത്തരം തിരമാലകൾ അറിയപ്പെടുന്നത് സീസ്മിക് കടൽത്തീരങ്ങൾ എന്നുള്ളതാണ്. മണിക്കൂറിൽ 800 കിലോമീറ്റർ വരെ വേഗമുണ്ടാകുന്ന തിരമാലകളായ സുനാമിയുടെ മറ്റൊരു പേരാണ് സീസ്മിക് കടൽത്തിരകൾ. മണിക്കൂറിൽ 800 കിലോമീറ്റർ വരെ വേഗമുണ്ടാകുന്ന തിരമാലകളായ സുനാമിയുടെ മറ്റൊരു പേരാണ് സീസ്മിക് കടൽത്തിരകൾ എന്നുള്ളത്. മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ കടലിൽ രൂപം കൊള്ളുന്ന ഒരു പ്രതിഭാസമാണ് ചാകര. മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര. ചാകര രൂപം കൊള്ളുന്ന കടൽ അറബിക്കടലാണ്. ചാകര രൂപം കൊള്ളുന്ന കടല് അറബിക്കടലാണ്. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ കലക്കവെള്ളത്തിൽ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീൻ, മത്തി, അയല, മുതലായ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി എത്തുന്ന പ്രതിഭാസമാണ് ചാകര. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ കലക്കവെള്ളത്തിൽ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീൻ, മത്തി, അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി എത്തുന്ന പ്രതിഭാസം ചാകര. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്രജലത്തിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും അറിയപ്പെടുന്നത് വേലികൾ എന്നാണ്. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്രജലനിരപ്പിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും അറിയപ്പെടുന്നത് വേലികൾ എന്നാണ്. വേലികൾ രൂപപ്പെടാനുള്ള കാരണങ്ങൾ ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണബലം, ഭൂമിയുടെ ഭ്രമണഫലമായി ഉണ്ടാകുന്ന അപകേന്ദ്രബലം എന്നിവയാണ്. വേലികൾ രൂപപ്പെടാനുള്ള കാരണങ്ങൾ ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണബലം, ഭൂമിയുടെ ഭ്രമണഫലമായി ഉണ്ടാകുന്ന അപകേന്ദ്രബലം എന്നിവയാണ്. ചന്ദ്രന് അഭിമുഖമായ ഭൂമിയുടെ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണബലത്തിന്റെ ഫലമായി ഈ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്നുണ്ടാകുന്ന പ്രതിഭാസമാണ് വേലിയേറ്റം എന്ന് പറയുന്നത്. ചന്ദ്രന് അഭിമുഖമായി ഭൂമിയുടെ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിന്റെ ഫലമായി ഈ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്ന് ഉണ്ടാകുന്ന പ്രതിഭാസമാണ് വേലിയേറ്റം. ചന്ദ്രന് പ്രതിമുഖമായ ഭാഗത്തെ ഭൂമിയുടെ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായ ബലം ഭൂമിയുടെ ഭ്രമണഫലമായുള്ള അപകേന്ദ്ര ബലമാണ്. ചന്ദ്രന് പ്രതിമുഖമായ ഭാഗത്തെ ഭൂമിയുടെ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായിട്ടുള്ള ഘടകം ഭൂമിയുടെ ഭ്രമണഫലമായിട്ടുള്ള അപകേന്ദ്ര ബലമാണ്. വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പിന് എന്ത് സംഭവിക്കുന്നു? താഴുന്നു. വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പിന് എന്ത് സംഭവിക്കുന്നു? താഴുന്നു. സമുദ്രജല വിതാനത്തിനുണ്ടാകുന്ന താഴ്ചയാണ് നമ്മൾ വേലിയിറക്കം എന്ന് പറയും. സമുദ്രജല വിതാനത്തിനുണ്ടാകുന്ന താഴ്ചയാണ് നമ്മൾ വേലിയിറക്കം എന്ന് പറയാം. ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണം സൂര്യൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണം സൂര്യൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അമാവാസി എന്നറിയപ്പെടുന്നത് കറുത്ത വാവാണ്. പൗർണമി എന്നറിയപ്പെടുന്നത് വെളുത്ത വാവാണ്. അമാവാസി എന്നറിയപ്പെടുന്നത് കറുത്ത വാവും പൗർണമി എന്നറിയപ്പെടുന്നത് വെളുത്ത വാവുമാണ്. അമാവാസി പൗർണമി ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖാ ദിശയിൽ വരുന്നു. അമാവാസി പൗർണമി ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖാ ദിശയിൽ വരുന്നു. അമാവാസി പൗർണമി ദിവസങ്ങളിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി കൂടുതലായിരിക്കും എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക.
അമാവാസി പൗർണമി ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായ വേലികളാണ് വാവുവേലികൾ എന്ന് പറയുന്നത്. അമാവാസി പൗർണമി ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള വേലികളാണ് വാവുവേലികൾ. സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലങ്ങളിലെത്തുന്ന ദിവസങ്ങളാണ് അമാവാസി പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിയുമ്പോൾ. സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലങ്ങളിലെത്തുന്ന ദിവസങ്ങളാണ് അമാവാസി പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിയുമ്പോൾ. ചന്ദ്രൻ 1-ാം പദത്തിലോ 3-ാം പദത്തിലോ ആയിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ദുർബലമായ വേലികളാണ് സപ്തമ വേലികൾ എന്നറിയപ്പെടുന്നത്. ചന്ദ്രൻ 1-ാം പദത്തിലോ 3-ാം പദത്തിലോ ആയിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ദുർബലമായ വേലികളാണ് സപ്തമി വേലികൾ എന്ന് അറിയപ്പെടുന്നത്. ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായ പ്രവാഹത്തെയാണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായ പ്രവാഹങ്ങളാണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളെയാണ് നമ്മൾ ഉഷ്ണജല പ്രവാഹങ്ങൾ എന്ന് പറയാറുള്ളത്. ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്നോ ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളെയാണ് ശീതജല പ്രവാഹങ്ങൾ എന്ന് പറയാറുള്ളത്. ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ശീതജല പ്രവാഹങ്ങൾ. പസഫിക് സമുദ്രത്തിലെ ദ്വീപുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കി പോവാം. ഫിലിപ്പൈൻ, ജപ്പാൻ, തായ്വാൻ, ടാസ്മാനിയ, ന്യൂസിലാൻഡ്, ന്യൂഗിനിയ എന്നിവയാണ്. ബെറിങ് കടലിടുക്ക് ഏത് സമുദ്രത്തിലാണ് എന്ന് ചോദിച്ചാൽ പസഫിക് സമുദ്രത്തിലാണ്. ബെറിങ് കടലിടുക്ക് ഏത് സമുദ്രത്തിലാണ്? പസഫിക്. വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രം. ന്യൂഫൗണ്ട്ലാൻഡ് ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ന്യൂഫൗണ്ട്ലാൻഡ് ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. മഡഗാസ്കർ ദ്വീപ് ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. മഡഗാസ്കർ ദ്വീപ് ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രം. സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സമുദ്രതീര പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാകുന്നു. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഗ്രാൻഡ് ബാങ്ക്സിന്റെ പ്രത്യേകത അതൊരു മത്സ്യബന്ധന കേന്ദ്രമാണ്. ഗ്രാൻഡ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ വടക്കേ അമേരിക്കയിലാണ്. ഗ്രാൻഡ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്ക. കടൽക്കാറ്റ് വീശുന്നത് പകൽ സമയത്താണ്. കരക്കാറ്റ് വീശുന്നത് രാത്രി സമയത്താണ്. കരയിലും രായുണ്ട്, രാത്രിയിലും രായുണ്ട് എന്ന് ഓർത്തു വെക്കുക. ഇപ്പൊ കടൽക്കാറ്റ് വീശുന്നത് പകൽ സമയത്തും പകൽ കടൽ അങ്ങനെ ഓർത്തു വെക്കാം. കരക്കാറ്റ് വീശുന്നത് രാത്രി സമയത്തുമാണ്. സമുദ്രത്തിലെ പ്രധാന ധാതു നിക്ഷേപങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ കറിയുപ്പുണ്ട്, ബ്രോമിനുണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഇരുമ്പയിലുണ്ട്, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവയൊക്കെ സമുദ്രത്തിലെ പ്രധാന ധാതു നിക്ഷേപമാണ്. മുംബൈ ഹൈ എന്നത് ഒരു എണ്ണപ്പാടമാണ്. മുംബൈ ഹൈ എന്നുള്ളത് ഒരു എണ്ണപ്പാടമാണ്. മുംബൈ ഹൈ സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടലാണ്. മുംബൈ ഹൈ സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ അറബിക്കടലിലാണ്. മുംബൈ ഹൈയിൽ പെട്രോളിയവും പ്രകൃതിവാതകങ്ങളും ഖനനം ചെയ്യാൻ തുടങ്ങിയ വർഷം 1974. മുംബൈ ഹൈയിൽ പെട്രോളിയവും പ്രകൃതിവാതകങ്ങളും ഖനനം ചെയ്യാൻ തുടങ്ങിയ വർഷം 1974. ഏറ്റവും അധികം മത്സ്യബന്ധനം നടത്തുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജപ്പാൻ, പെറു, നോർവേ, ചൈന, അമേരിക്കൻ ഐക്യനാടുകൾ തുടങ്ങിയവയാണ്. കടലിലെ ലവണജലത്തിൽ നിന്ന് ജലം വേർതിരിക്കുന്ന രീതികൾ ഏതൊക്കെയാണ്? ഖനനം,
ബാഷ്പീകരണം, സാന്ദ്രീകരണം. കടലിലെ ജലത്തിൽ നിന്ന് ലവണം വേർതിരിക്കുന്ന രീതികളാണ് സ്വേദനം, ബാഷ്പീകരണം, സാന്ദ്രീകരണം എന്നിവ. ഇനി ഇവിടെ ഒരു ചോദ്യമാണ് അടുത്തതായിട്ട്. കടലിലെ ലവണജലത്തിൽ നിന്ന് ലവണം വേർതിരിക്കുന്ന 2 മാർഗങ്ങളാണ്. അത് ക്വസ്റ്റ്യൻ ആയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കടലിലെ ലവണജലത്തിൽ നിന്ന് ലവണം വേർതിരിക്കുന്ന രീതികൾ ഇലക്ട്രോ ഡയാലിസിസും വിപരീത ഓസ്മോസിസുമാണ്. കടലിലെ ലവണജലത്തിൽ നിന്ന് ലവണം വേർതിരിക്കുന്ന രീതികളാണ് ഇലക്ട്രോ ഡയാലിസിസ്, വിപരീത ഓസ്മോസിസ് എന്നിവ. ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ കടൽവെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സമുദ്രജല സ്വേദനം എന്നുള്ളത്. ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ കടൽവെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം സമുദ്രജല സ്വേദനം. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.